ദാദ്രി ലിഞ്ചിങ് എന്ന് കേട്ടിട്ടുണ്ടോ? മുഹമ്മദ് അഖ്ലാഖിനെ അറിയാമോ? ആൾവാർ ലിഞ്ചിങ് എന്ന് കേട്ടിട്ടുണ്ടോ? പെഹ്ലു ഖാനെ അറിയാമോ? ടബ്രീസ് അൻസാരിയെ അറിയാമോ? ഇഷാഖിനെയും ലുക്മാനെയും അറിയാമോ? അതെ, മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഹിന്ദുത്വ വിജിലാൻഡെ ഗ്രൂപ്പുകൾ ആൾക്കൂട്ടം കൂടി അടിച്ചുകൊന്ന മനുഷ്യരാണ്. പശുവിനെ സംരക്ഷിക്കാനും ജയ് ശ്രീറാം വിളിപ്പിക്കാനും വേണ്ടി നടത്തിയ കുപ്രസിദ്ധമായ ആൾക്കൂട്ട കൊലകൾ. 2015 സെപ്റ്റംബർ 28-നാണ് 52 വയസ്സുള്ള മുഹമ്മദ് അഖ്ലാഖിനെ പശുവിറച്ച് കഴിച്ചു സൂക്ഷിച്ചു എന്നൊക്കെ ആരോപിച്ച് ഉറങ്ങിക്കിടന്ന വീട്ടിൽ നിന്നും വലിച്ചഴിച്ച് റോഡിൽ കൊണ്ടുവന്നതും ഒടുക്കം കമ്പിയും കല്ലും കമ്പുമൊക്കെ ഉപയോഗിച്ച് അടിച്ചു കൊന്നതും. ഇതെല്ലാം ആസൂത്രിതമായിരുന്നു. വലിയ പെരുന്നാളിന് മുഹമ്മദ് അഖ്ലാഖ് പശുവിറച്ച് കഴിച്ചു എന്ന് അയൽവാസികൾ ആരോപിക്കുന്നു. ആൾക്കൂട്ടം വീട് മുമ്പിൽ കൂട്ടം കൂടുന്നു. അടുത്തുള്ള ക്ഷേത്രത്തിൽ അഖ്ലാഖ് ഇറച്ചി കഴിച്ചു എന്ന് മൈക്കിലൂടെ നാട് മൊത്തം വിളിച്ചറിയിക്കുന്നു. ഹിന്ദുത്വ ആൾക്കൂട്ടം വീട് വളയുന്നു. മുഹമ്മദ് അഖ്ലാഖിനെയും മകനെയും വീട്ടിൽ നിന്നും വലിച്ചഴിച്ച് വെളിയിലെത്തിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. അഖ്ലാഖ് തൽക്ഷണം കൊല്ലപ്പെടുകയും മകൻ ഗുരുതര പരിക്കുകളോട് അവശേഷിക്കുകയും ചെയ്യുന്നു. നടപടികളില്ല, കോടതി വിധികളില്ല, പ്രധാനമന്ത്രിയുടെ ട്വിറ്ററിൽ ഒരു പ്രസ്താവനകളും വന്നില്ല. അഖ്ലാഖിന്റെ വീട്ടിൽ സൂക്ഷിച്ച മാംസം ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലും അയക്കുകയുണ്ടായി. ഒടുക്കം അത് പശു മാംസമല്ലെന്നാണ് കണ്ടെത്തിയത്. അമ്പലത്തിൽ നിന്നും പ്രസാദമായി കൊടുക്കുന്ന പഴം മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് ഇഷാഖിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, പഴം, വെറും ഭക്ഷണം. അയൺ ബോളിൽ കെട്ടിയിട്ട് ദാരുണമായ രീതിയിൽ ഇരുമ്പും കമ്പും കൊണ്ട് തല്ലിയിട്ടാണ് ഇഷാഖിനെ ഹിന്ദുത്വ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയത്. അൻസാരിയെയും ലുക്മാനെയും ഒക്കെ മാംസക്കടത്ത് ആരോപിച്ചാണ് കൊലപ്പെടുത്തുന്നത്. ഇങ്ങനെ എത്രയോ പേർ കേന്ദ്ര ഗവൺമെന്റിനോട് ആൾക്കൂട്ട കൊലയുമായി ബന്ധപ്പെട്ട് ഡാറ്റ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങളുടെ കൈവശമില്ലെന്നാണ് മറുപടി പറഞ്ഞത്. ദ ഡോക്യുമെന്റേഷൻ ഓഫ് ദ ഒപ്രസ്ഡ് അഥവാ ഡോട്ടോ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആൾക്കൂട്ട ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് 206 സംഭവങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 850ഓളം മനുഷ്യരാണ് ഇരയാക്കപ്പെട്ടത്. ഇവരിൽ തന്നെ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. ദളിതരും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും 2-3 സ്ഥാനങ്ങളിലുണ്ട്. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആൾക്കൂട്ട കൊലപാതകങ്ങളിലുണ്ടായ വർധനവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു റിപ്പോർട്ടും വെബ്സൈറ്റ് ഇന്ത്യ സ്പെൻഡ് പുറത്തുവിടുകയുണ്ടായി. ഇറച്ചിയുടെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ വെള്ളം കോരി കുടിച്ചതിന്, മുസ്ലിമും ദളിതുമൊക്കെ ആയിപ്പോയതിന്, ജയ് ശ്രീറാം വിളിപ്പിക്കാൻ വേണ്ടി, രാജ്യസ്നേഹം തെളിയിക്കാൻ വേണ്ടി, എന്തിന് ആരോ കരുതി കൂട്ടി അയച്ച ഫേക്ക് മെസ്സേജിന്റെ പേരിൽ പോലും ആൾക്കൂട്ടങ്ങൾ മനുഷ്യരെ ഇങ്ങനെ അടിച്ചു കൊന്നു. കൊല ചെയ്യപ്പെട്ട എത്രയധികം നിരപരാധികൾ, ആശ്രിതരും കുടുംബവുമുള്ള, ദാരിദ്ര്യരേഖയ്ക്ക് പിന്നിലായ, സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന മതന്യൂനപക്ഷത്തിൽപ്പെടുന്ന മനുഷ്യരെയാണ് ഈ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയത്. ഈ ആൾക്കൂട്ടത്തിന് കൃത്യമായ മനഃശാസ്ത്രമുണ്ട്. അവർക്ക് ഹിന്ദുത്വ ആദർശത്തിന്റെ അടിത്തറയും അങ്ങ് മുകൾ തട്ടിൽ നിന്നുള്ള മൗനാനുമതിയുമുണ്ട്. ആരെ കൊല്ലണം, ആരുടെ വീട് വളയണം, ആരെ വലിച്ചിഴയ്ക്കണം, ആരെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കണമെന്ന് അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. അധികാരത്തിൽ വന്ന് ഈ ഒരു പതിറ്റാണ്ടിലുടനീളം രാജ്യത്തരങ്ങേറിയ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരായി മോദി ഒരു നിലപാടുകളും എടുത്തിട്ടില്ല. ട്വീറ്റുകളൊന്നും വന്നിട്ടില്ല. ദീർഘമായ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ഒരിടത്തും ഈ രാജ്യത്ത് തങ്ങളുടെ അണികൾ കൊന്നൊടുക്കുന്ന മനുഷ്യരെ കുറിച്ച് മോദി ഒരു വാക്കും സൂചിപ്പിച്ചില്ല. ആൾക്കൂട്ട കൊലയെ തടയാൻ മൃഗീയ ഭൂരിപക്ഷമുള്ള മോദിയുടെ പാർലമെന്റോ BJPയുടെ സംസ്ഥാന സർക്കാരുകളോ ഒരു നിയമങ്ങളും ഭേദഗതികളും പ്രാബല്യത്തിൽ കൊണ്ടുവന്നില്ല. 2014 തഹ്സീൻ പൂനാവാല കേസിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരായി മാർഗരേഖകൾ പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ ഇത് നടപ്പിലാക്കപ്പെട്ടില്ല. സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് തുടർച്ചയായ നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുകയും ഇതുവരെ എടുത്ത നടപടികൾ വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ചില BJP ഇതര സംസ്ഥാനങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരായി പാസാക്കിയ ബില്ലുകൾക്ക് BJP ഗവർണർമാർ അംഗീകാരം കൊടുക്കാതിരിക്കുകയും രാഷ്ട്രപതിക്ക് അനിശ്ചിതകാലം റിസർവ് ചെയ്യുക പോലും ഉണ്ടായി. ആൾക്കൂട്ട കൊലകളുടെ സ്വഭാവത്തിനും അതിന്റെ വർധനവിനും മോദി സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. കുറ്റക്കാരില്ലാതെ, നഷ്ടപരിഹാരമില്ലാതെ, അറസ്റ്റും പ്രോസിക്യൂഷനും ഇല്ലാതെ, പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും നടന്ന ആൾക്കൂട്ട കൊലകളെല്ലാം സ്റ്റേറ്റ് സ്പോൺസേർഡ് കൊലപാതകങ്ങളായി കരുതണം. ആസൂത്രിതമായ കൊലയ്ക്ക് രാഷ്ട്രത്തിനെതിരെ കേസ് ഫയൽ ചെയ്യണം. ഇതൊക്കെയും ഭീകരവാദങ്ങളായിരുന്നെന്ന് വരും തലമുറയെ പഠിപ്പിക്കണം.